ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വ്ലോഗ് ചെയ്തിരിക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ സാധാരണ പോലെ നമ്മൾ രാവിലെ ചെയ്യുന്ന മോർണിംഗ് റൊട്ടീനുമാണ്. അപ്പോൾ ദേ ഇന്ന് വൈകുന്നേരം ഇച്ചാൻ കുറച്ച് ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങിയിരിക്കും കേട്ടോ. സാധാരണ നമ്മളിവിടെ പണിക്കാരെ ആക്കിയിട്ടുണ്ട്, പക്ഷേ പണിക്കാരുടെ പണി നീങ്ങുന്നില്ല എന്ന് തോന്നിയപ്പോൾ പേനയൊക്കെ മാറ്റി വെച്ചിട്ട് പതുക്കെ ഇച്ചായൻ തൂമ്പയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താവുന്നൊന്നും അറിയത്തില്ല, കാരണം സാധാരണ ചെയ്യാത്ത പരിപാടിയാണല്ലോ ഇത്. അപ്പം പണിക്കാരെ നോക്കിയപ്പം അവരിങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ശിവചാൻ ഇറങ്ങി എങ്കിൽ മാത്രമേ അവർ കുറച്ച് കൂടുതലായിട്ട് പണിയുള്ളൂ, കാരണം ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാട്ടോ ഇറങ്ങിയത്. പേന മാത്രം പിടിക്കുന്ന കൈകൊണ്ട് തൂമ്പ പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? നടുവേദന എടുക്കും. പേന മാത്രം പിടിക്കുന്ന ആൾ തൂമ്പ പിടിച്ച് പണിതിട്ടുണ്ടെങ്കിൽ നടുവേദന പിടിക്കും. ഇത് കണ്ടോ ടൈഗറിൻ്റെ സ്നേഹം. ടൈഗറെ ടൈഗറെ അവൻ ശിവശാന് തൂമ്പയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവനങ്ങ് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അയ്യോ, ഭയങ്കര സാധാരണ ചെയ്യാറില്ലാത്ത പണിയാട്ടോ. പക്ഷേ ഇങ്ങനെയുള്ള പണികൾ ചെയ്യാനും ഇച്ചാന് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമതേ മെയിനായിട്ടുള്ള കാര്യം നമുക്ക് സമയം കിട്ടാറില്ല, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങാത്തതും. അപ്പോൾ എന്തായാലും ഇന്ന് പണിയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇച്ചാന് നല്ല വിശപ്പുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനെന്ത് വിചാരിച്ചു, കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചു. അപ്പോൾ വൈകുന്നേരം കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. കാരണം നമുക്കറിയാലോ നമ്മുടെ ഹസ്ബൻഡിൻ്റെ സ്വഭാവം എന്താണെന്നൊക്കെ. എന്തെങ്കിലുമൊക്കെ കൂടുതൽ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര വിശപ്പായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മുടെ ഹസ്ബൻഡിൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എന്താ പറഞ്ഞാൽ ഇന്നത്തെ വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഞാൻ വൈകുന്നേരം ഫ്രൈഡ് റൈസും ചിക്കൻ റോസ്റ്റും ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചിക്കനൊക്കെ വാങ്ങിച്ച് വെച്ചു. അപ്പോൾ റൈസ് ഞാൻ നേരത്തെ വെള്ളമൊക്കെ ഞാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബസുമതി റൈസാണ് ഇന്ത്യ ഗേറ്റിൻ്റെ, അതാട്ടോ ഞാനിപ്പം ഒരു 2 ഗ്ലാസ് അരി ഇട്ടിട്ടേക്കുന്നത്. അപ്പോൾ അത് വേകാനായിട്ട് ഞാൻ ഉപ്പൊക്കെ ചേർത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് അതിനകത്ത് മസാലയൊക്കെ വെക്കണം. അപ്പോൾ ചിക്കൻ്റെ ഫുൾ റെസിപ്പി എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എനിക്ക് ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല, കാരണം ക്ലാസ്സിൽ എനിക്ക് ടൈമിൽ ജോയിൻ ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാരണ ബേസിക് മസാലാസ് ആയിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാട്ടോ ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കണേ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ആകുന്ന സമയത്തേക്ക് നമുക്ക് എന്താ പറയണേ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ്, ക്യാരറ്റും ബീൻസും അപ്പുറം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാട്ടോ ഞാനിപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഷേസ്വാൻ ഫ്രൈഡ് റൈസ് ആട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫ്രൈഡ് റൈസ്. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവരെ ഒന്ന് ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറഞ്ഞു. നല്ല കിട്ടില്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ സിമ്പിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഷേസ്വാൻ്റെ ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മളത് ചൂടോടുകൂടി തന്നെ കഴിക്കുകയും ചെയ്യണം. അപ്പോൾ പിന്നെ ചിക്കനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. അതിനുവേണ്ടി തക്കാളി ഉണ്ട്, പിന്നെ സവോള അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. സവോള ഒരെണ്ണം അല്ല കേട്ടോ, ഒരു 3-4 സവോള ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്, കാരണം കുറച്ച് അധികം ഗ്രേവി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിന് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടാകും. പിന്നെ മെയിനായിട്ട് ഞാൻ ഇന്നത്തേന് വേണ്ടി മാത്രമല്ല നാളത്തേനും കൂടെ കൂടിയാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, എല്ലാം വഴറ്റിയതിന് ശേഷം വീണ്ടും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിട്ട് ഞാൻ മിക്സ് ചെയ്തിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്, ഇന്നത്തേനും നാളത്തേനും കൂടെ കൂടിയല്ലേ. പിന്നെ ഇതേ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഡാർക്ക് സോയ സോസ് ഒഴിച്ച് കൊടുത്തിട്ടോ, അത് വീഡിയോ വിട്ടുപോയി. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ പാസ്ത അല്ലെങ്കിൽ പിസ്സ സോസ് ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ചേർത്ത് കൊടുത്ത് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ചൂടായിട്ട് കഴിക്കുകയും ചെയ്യണം. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയില്ലേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ റെസിപ്പിയിൽ കുറച്ച് ഇന്നോവേഷൻസൊക്കെ വരുത്തി വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമാവും, പിന്നെ ഉണ്ടാക്കുന്ന നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ. എൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയാട്ടോ. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കി ഇവരെ കഴിപ്പിക്കാനായിട്ട് എനിക്ക് ഭയങ്കര കൊതിയാണ്. ഇവരെന്ന് മാത്രമല്ല കേട്ടോ, എൻ്റെ വീട്ടിൽ ആര് വന്നാലും എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്ന് വൈകിട്ടത്തെ ഞങ്ങളുടെ ഡിന്നർ എന്ന് പറയുന്നത്.
ലാസ്റ്റ് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നേ. അപ്പം രാത്രിയിൽ ഹെവി ഫുഡ് നമ്മുടെ ഷെസ്വാൻ ഫ്രൈഡ് റൈസും ചിക്കൻ റോസ്റ്റുമായിരുന്നു കേട്ടോ. സൂപ്പർ കോമ്പിനേഷനായിരുന്നു. ഇച്ചാനും മോനും ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ രാത്രിയിൽ ഇതൊക്കെ കഴിച്ചു. ഇനിയിപ്പം പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാട്ടോ. ഞാൻ സാധാരണ ചെയ്യുന്ന മോർണിംഗ് വ്ലോഗ് ആയിട്ടാണ് ഞാൻ പിറ്റേ ദിവസം വന്നിരിക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നു. ചപ്പാത്തി കുഴച്ച് വെക്കാനായിട്ട് നോക്കിയപ്പം ആട്ട തീർന്നു കേട്ടോ. പിന്നെ ആട്ടയുടെ പാക്കറ്റ് എടുത്തുകൊണ്ട് വന്നു, പാത്രത്തിനകത്ത് പൊട്ടിച്ചിട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ തലേദിവസം ചെയ്തു വെക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ തലേദിവസത്തെ നിങ്ങളെ വിശേഷങ്ങൾ കണ്ടായിരുന്നല്ലോ. കുറച്ച് തിരക്കായിപ്പോയി, ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ചധികം ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയണേ, ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തു വെക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ആട്ടയുടെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് കുറേ ദിവസമായിട്ട് മോന് ക്ലാസ് ഇല്ലായിരുന്നു കേട്ടോ. അവർക്ക് അവധിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മോന് ക്ലാസ്സിലൊന്നും പോകണ്ടായിരുന്നു, വീട്ടിൽ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ അവന് ക്ലാസ് ഉണ്ട്. അപ്പോൾ അവന് ഉറപ്പായിട്ടും ടിഫിന് ചപ്പാത്തി വേണം. തണുപ്പായതുകൊണ്ട് ഞാൻ മെയിനായിട്ടും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. കാരണം പൊറോട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഗീ ആണെങ്കിലും ബട്ടർ ആണെങ്കിലും അതെല്ലാം ഉച്ചയാകുമ്പോഴത്തേക്കും നന്നായിട്ട് ഇങ്ങനെ മരക്കല്ല് പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോർമൽ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു വിടും. പിന്നെ ചൂടോടെ കഴിക്കാനായിട്ട് മാത്രം പൊറോട്ട ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് രാവിലെ കുഴച്ച് വെക്കാനായിട്ടുള്ള ആട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സിമ്പിളായിട്ട് എന്താ പറയണേ, ഇന്നുണ്ടാക്കുന്ന കറി എന്ന് പറയുന്നത് നമ്മുടെ സോയാബീൻ ചങ്ക്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ഒരു മസാല കറിയാട്ടോ. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കൊക്കെ കോമ്പിനേഷൻ ആയിരിക്കുന്ന നല്ലൊരു അടിപൊളി കറിയാണ്. അപ്പം അതിൻ്റെ റെസിപ്പി ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു. ആട്ട എന്താ പറയുക, കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചു കേട്ടോ. പിന്നെ ഇന്നലത്തെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് തിരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് അടുക്കി വെച്ചു. എൻ്റെ കിച്ചൺ വളരെ കുഞ്ഞിതാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ പാത്രങ്ങൾ അപ്പോൾ എടുത്തിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ചെറിയ സോയാ ചങ്ക്സ് ആട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നമ്മളിങ്ങനെ സാധാരണ നമുക്ക് കിട്ടുന്ന വലിയ സോയാ ചങ്ക്സ് ആണ്. അപ്പോൾ നമ്മൾ അത് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരുപാടങ്ങ് വലുതാവുകയും ചെയ്യും. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതുണ്ടല്ലോ, ഇത് കറക്റ്റാണ് കേട്ടോ. തീരെ കുഞ്ഞു മിനി ചങ്ക്സ് എന്നാണ് ഇതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലതാണ്. നമ്മൾ കറി വെച്ച് കഴിയുമ്പോഴും നമുക്ക് പിന്നെ ഒരുപാട് വലുതായിട്ട് തോന്നത്തില്ല. അപ്പോൾ അത് ഒരു 2 നീര് കഴുകി കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ 2 കിഴങ്ങും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിനകത്തോട്ട് നെകയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 2 വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുത്താൽ മതി. 2 വിസിൽ കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരു വിസിലാണെങ്കിലും കുഴപ്പമില്ല, 2 വിസിലാകുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ഇനി ഇതിനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. സവോള, തക്കാളി ഇതെല്ലാം കൂടെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ സോയാബീൻ. പ്രത്യേകിച്ച് എൻ്റെ ഇളയ മോന് ഭയങ്കര ഇഷ്ടമാണ് സോയാബീൻ്റെ എങ്ങനെ കറി വെച്ചാലും. പിന്നെ രാവിലെ എനിക്ക് പണി കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് മോന് കുളിക്കാനായിട്ടുള്ള വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചേക്കാണ്. ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കറണ്ട് പോകുന്നതുകൊണ്ട് തന്നെ എന്താണെന്നറിയത്തില്ല, ഈ ഒരു വിൻ്റർ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ എപ്പോഴും കറണ്ട് പോകും. കാരണം എല്ലാവരും ഗീസറും റൂം ഹീറ്ററും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും അവർ മനഃപൂർവ്വം ഓഫാക്കുന്നതായിരിക്കും. അപ്പോൾ രാവിലെ സാധാരണ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഞങ്ങൾക്ക് ഉള്ള വെള്ളം ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഗീസർ ഓണാക്കിയിടും. അപ്പോൾ എനിക്കും ഇച്ചാനും കുളിക്കാനായിട്ടുള്ള വെള്ളം കറക്റ്റ് ആവും. അന്നേരത്തേക്കും കറണ്ട് പോവുകയും ചെയ്യും. പക്ഷേ ഇന്നിപ്പോൾ മോനും കൂടെ പോകേണ്ടതുകൊണ്ട് അവനും കുളിക്കണം. അപ്പോൾ അതുകൊണ്ട് അവന് കുളിക്കാനായിട്ടുള്ള വെള്ളം ഞാൻ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇച്ചാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ കോഫി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സോയാബീൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിനകത്തോട്ട് വറ്റൽമുളകും കുറച്ച് ജീരകവും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ സവോളയും പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് സാധാരണ നമ്മുടെ മസാല, അതായത് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ മസാലയായിട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ മസാലയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീനും കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു തിക്ക് ഗ്രേവി ആയിട്ടാട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചാറും മസാലകളും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ ശരിക്കും ഓട്ടപ്പാച്ചിൽ
ഓട്ടപ്പാച്ചിലിനിടയിലുണ്ടല്ലോ ഭയങ്കര ടെൻഷനാണ്. എന്തെല്ലാം കാര്യങ്ങൾ കാരണം നമ്മൾ സമയം കയ്യിലെടുത്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് പിന്നത്തേന് അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് മാറ്റി വെക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാട്ടോ. കാരണം എല്ലാം ടൈമിങ്ങിൽ ചെയ്ത് തന്നെ എടുക്കണം. പിന്നെ ദേ മെയിൻ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാനും കയറി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 വ്ളോഗായിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിശേഷങ്ങളും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഒത്തിരി സന്തോഷം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എന്തായാലും അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.